ഹായ് ഞാൻ Adeeb. റിയൽമി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിയൽമി C33 എന്നുള്ളൊരു പുതിയ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഫോണിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഫോണിൻ്റെ ഡിസൈൻ തന്നെ തുടങ്ങാം. ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു LED ഫ്ലാഷും വരുന്നുണ്ട്. റിയൽമിയുടെ ബ്രാൻഡിങ്ങും ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് റിയൽമി ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡിലായിട്ട് പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. ഗ്ലോസി ഫിനിഷിലുള്ളൊരു ഡിസൈനാണ് ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഫോൺ ടോട്ടലായിട്ട് 3 കളർ വേരിയൻറ്റിലാണ് വരുന്നത്. ഗോൾഡ്, ബ്ലൂ, സീ നൈറ്റ്. ഈ കളർ വേരിയൻറ്റിൽ ബ്ലൂ കളർ വേരിയൻറ്റ് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട്. ഫോണിൻ്റെ ഓവറോൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു ബോക്സി ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. iPhone 12 വന്നതിന് ശേഷം ഇപ്പോൾ അധിക ഫോൺസും ബോക്സി ഡിസൈനിലാണ് വരുന്നത്. ഈ ഫോണിനും അത് കൊടുത്തിട്ടുണ്ട്. 187 ഗ്രാമാണ് ഈ ഫോണിൻ്റെ ഓവറോൾ വെയിറ്റ് വരുന്നത്. 8.3 mm ആണ് ഈ ഫോണിൻ്റെ തിക്നെസ് വരുന്നത്. ഓവറോൾ ഈ ഒരു ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ലൈറ്റ് ആൻഡ് തിൻ ആയിട്ടുള്ള ഫോണാണ്. അടുത്തായിട്ട് ഈ ഫോണിൻ്റെ ഫിസിക്കൽ ഓറി നോക്കാം. ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വോളിയം ബട്ടണും പവർ ബട്ടണും കൊടുത്തിട്ടുള്ളത്. പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നത്. നോർമലി 10,000 താഴെയുള്ള പ്രൈസ് റേഞ്ചിൽ അധികം ബ്രാൻഡ്സും ഫോണിൻ്റെ ബാക്ക് സൈഡിലാണ് ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുക്കാറ്. എന്നാൽ റിയൽമി ഈ ഫോണിൻ്റെ പവർ ബട്ടണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഫോണിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ഫിംഗർ പ്രിന്റ് സെൻസർ ഇഷ്ടപ്പെടണമെന്നില്ല. ഫോണിൻ്റെ സൈഡിൽ ഫിംഗർ പ്രിന്റ് സെൻസർ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പിന്നീട് ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിം കാർഡ് സ്ലോട്ട് വരുന്നത്. ഇതിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് ഒരേ സമയത്ത് 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നെ അപ് ടു 1 TB വരെ നമുക്ക് സ്റ്റോറേജ് എക്സ്പെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു ഫോണിൽ. 1 TB മെമ്മറി കാർഡിൻ്റെ പ്രൈസ് എത്ര എന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. പിന്നീട് ഈ ഫോണിൻ്റെ മേൽഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഫോണിൻ്റെ താഴെയായിട്ടാണ് സ്പീക്കർ, ചാർജിംഗ് പോർട്ട്, പ്രൈമറി മൈക്രോഫോൺ, 3.5mm ഹെഡ്ഫോൺ ജാക്ക് എന്നിവ വരുന്നത്. 6.5 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. നോർമൽ 60 Hz ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ തന്നെ 120 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ കോർണിംഗ് ഗോറില്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഈ ഒരു ഡിസ്പ്ലേക്ക് ഉണ്ടോ എന്നുള്ള കാര്യം റിയൽമി അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ യൂണിസോക്കിൻ്റെ T612 പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ മാലി G57 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന GPU. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കാവുന്നതിൽ വെച്ചിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു ഫോണിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫോണിൽ LPDDR4X RAM ടൈപ്പാണ് വരുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് ടൈപ്പിൻ്റെ കാര്യം ഇവിടെ എടുത്ത് പറയേണ്ടതാണ്. നോർമലി 10,000 രൂപയ്ക്ക് താഴെയുള്ള പ്രൈസ് റേഞ്ചിൽ eMMC സ്റ്റോറേജ് ടൈപ്പാണ് കൊടുക്കാറ്. ഇവിടെ നമുക്ക് UFS സ്റ്റോറേജ് ടൈപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ 2.4 GHz സിംഗിൾ ബാൻഡ് വൈഫൈൻ്റെ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് വേർഷൻ 5 ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 12 വരുന്നത്. റിയൽമി UI S എഡിഷൻ ആണ് ഇതിൽ വരുന്ന യൂസർ ഇൻ്റർഫേസ്. പിന്നെ ഈ ഒരു ഫോണിൽ 5000 mAh ഹൈ കപ്പാസിറ്റി ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. 10 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എല്ലാ ബ്രാൻഡ്സും 10 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ക്യാമറയെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു 50 MP പ്രൈമറി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഒരു AI ലെൻസും കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 2 ക്യാമറാസാണ് ഫോണിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. അതിൽ AI ലെൻസ് വെറും ഡമ്മി ക്യാമറാസ് ആണ്. വെറുതെ കൗണ്ടിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ് ഈ ഒരു എക്സ്ട്രാ ക്യാമറ. പിന്നെ ഈ ഒരു ഫോണിൻ്റെ റിയർ ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് 1080p വീഡിയോസ് 30 ഫ്രെയിം/സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. പിന്നെ 720p വീഡിയോസും 30 ഫ്രെയിം/സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. 60 ഫ്രെയിം/സെക്കൻഡിൽ നമുക്ക് ഈ ഒരു ഫോണിൽ വീഡിയോസേ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ ഫ്രണ്ട് സൈഡിൽ 5 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു 8 MP ഒരു സെൽഫി ക്യാമറയ്ക്ക് കൊടുക്കായിരുന്നു. പക്ഷേ ഇവിടെ ഒരു 5 MP ഒരു ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൽ സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ മാത്രമാണ് എനിക്കൊരു ഡൗൺഗ്രേഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫോണിൽ ഓവറോൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് 50 MP പ്രൈമറി ക്യാമറയാണ്. 50 MP പ്രൈമറി ക്യാമറ ഉള്ളതുകൊണ്ട് ഫോണിൻ്റെ ഇമേജ് ക്വാളിറ്റി വർദ്ധിക്കൂല. ഇമേജ് ക്വാളിറ്റി എല്ലാം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഉണ്ടാകുന്ന ഫോൺസിൽ എങ്ങനെയാണ് ഉണ്ടാവുക അതേപോലെ തന്നെ ആയിരിക്കും ഇത്. വേറിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഇമേജൊന്നും ഈ ഒരു 50 MP നമുക്ക് കിട്ടില്ല. കാരണം മെഗാപിക്സൽ മാത്രം കൂട്ടിയിട്ടുള്ളൂ. ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ കാര്യത്തിൽ 0 തന്നെയാണ് ഈ ഒരു ഫോണ്. 48 MP, 64 MP, 108 MP. ഇത് ഇപ്പോൾ മോട്ടോയുടെ 200 MP ഫോൺ വരെ വരാൻ പോകുന്നുണ്ട്. ഇങ്ങനെ മെഗാപിക്സൽ അവരിങ്ങനെ കൂട്ടി കൊണ്ടുപോകല്ലാണ്ട് ഇമേജിന് ക്വാളിറ്റിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഒപ്പീനിയൻ അത് തന്നെയാണ്. ഇപ്പോഴാണ് ഐഫോണിൻ്റെ 14 Pro സീരീസിൽ 48 MP ക്യാമറ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഫോൺ എടുക്കുകയെന്നുണ്ടെങ്കിൽ ക്യാമറ 50 MP ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ചാടിക്കയറി എടുക്കണ്ട. ഫൈനലി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിനെ കുറിച്ച് നോക്കാം.
ഈ ഫോൺ ടോട്ടലായിട്ട് 2 സ്റ്റോറേജ് വേരിയൻറ്റിലാണ് വരുന്നത്. 3GB 32GB വേരിയൻറ്റിന് 8,999 രൂപയും 4GB 64GB വേരിയൻറ്റിന് 9,999 രൂപയുമാണ് വരുന്നത്. ഈ ഫോണിൻ്റെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 12-ാം തീയതിയാണ്. റിയൽമി സ്റ്റോർ, ഫ്ലിപ്കാർട്ട് വഴി നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നെ ഈ ഒരു ഫോൺ ബാങ്ക് ഡിസ്കൗണ്ട്സ് അല്ലാണ്ട് അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ക്ലെയിം ചെയ്ത് ഈ ഫോൺ വാങ്ങാവുന്നതാണ്. ഈ ഫോണിൻ്റെ 3GB 32GB വേരിയൻറ്റിനും 4GB 64GB വേരിയൻറ്റിനും 1000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഫോൺ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 4GB 64GB വേരിയൻറ്റ് 9,999 രൂപയ്ക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിയാവുന്ന സമയത്ത് വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്ത് വെക്കുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴിയായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.